വാലിലൂടെ കയറി വാലിലൂടെ ഊന്നിറങ്ങി മേലിലൂടെ ചാടിക്കളിച്ചപ്പോൾ സിംഹം ഗർജിച്ചുകൊണ്ട് ഉണർന്നു. അപ്പോൾ ചുണ്ടനരി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കുകയില്ല. സിംഹം സിംഹത്തിന്റെ കൈകൊണ്ട് ചുണ്ടനരിയെ പിടിച്ചു. മുന്നോട്ട് ചുണ്ടനരിയെ ഭക്ഷിക്കാൻ കൊണ്ടുപോയി. ചുണ്ടനരി പേടിച്ചു വിറച്ചു. നിന്നെ കൊല്ലലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ചുണ്ടനരി പറഞ്ഞു, സിംഹരാജാവേ, എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നിന്നെ ഞാൻ സഹായിക്കുന്നു. അപ്പോൾ സിംഹം വിചാരിച്ചു, ഒരു കുഞ്ഞു ചുണ്ടനരി തന്നെ സഹായിക്കുന്നു പറഞ്ഞപ്പോൾ സിംഹത്തിന് ചിരി വന്നു. എന്നിട്ട് സിംഹം ചുണ്ടനരിയെ വിട്ടുകൊണ്ട് പറഞ്ഞു, ചുണ്ടനരി, നിനക്ക് ഭാഗ്യമുള്ള സുഹൃത്തെ, നിനക്ക് പോകാം. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചു വയറ് നിറച്ച് നിനക്ക് പോകാം. പക്ഷെ ഇന്നിമേലാൽ എന്നെ ശല്യപ്പെട്ടു വന്നാൽ നിന്നെ ഞാൻ ഭക്ഷിക്കും എന്ന് പറഞ്ഞു. ചുണ്ടനരി നന്ദി പറഞ്ഞു ഓടിപ്പോയി. ഒരു ദിവസം സിംഹം കാട്ടിലൂടെ നടന്നു വരുമ്പോൾ വേട്ടക്കാർ വല വിരിച്ചു. 2 വേട്ടക്കാർ വല വിരിച്ചിരുന്നു. അപ്പോൾ സിംഹം നടന്നു വന്നു ആ വലയിൽ കുടുങ്ങി. അപ്പോൾ ആ 2 വേട്ടക്കാർ കയറ് വലിച്ചു മുറുക്കിക്കെട്ടി. അപ്പോൾ സിംഹം ഗർജിച്ചു കൊണ്ടേയിരുന്നു. രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ കഴിയില്ല. അപ്പോൾ സിംഹത്തിനെ കൊണ്ടുപോയി വണ്ടിയുമായി വരാൻ വേട്ടക്കാർ പോയി. അപ്പോൾ സിംഹം അപ്പോഴും ഗർജിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സിംഹത്തിന്റെ ഗർജനം കേട്ടു എല്ലാ മൃഗങ്ങളും കൂടി. അപ്പോൾ ആ കൂട്ടത്തിൽ ചുണ്ടനരി ഉണ്ടായിരുന്നു. ചുണ്ടനരി പറഞ്ഞു, ഞാൻ രാജാവിനെ രക്ഷിക്കുന്നു പറഞ്ഞ് ഓടിച്ചു സിംഹത്തിന്റെ വാലിലൂടെ കയറി അടിച്ചു മുറിച്ച് സിംഹത്തിനെ വലയിൽ നിന്ന് സ്വതന്ത്രനാക്കി. അപ്പോൾ സിംഹം ചുണ്ടനരിയോട് നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ രാജാവിന്റെ ജീവനാണ് രക്ഷിച്ചത്. അതുകൊണ്ട് നീ എന്നോട് ഈ കാട്ടിലെ രാജകുമാരനാണ്. അതുകൊണ്ട് നീ എനിക്ക് ഈ കാട്ടിൽ നല്ല സുഖമായി ജീവിക്കാം. അപ്പോൾ ചുണ്ടനരി പോകാൻ നിൽക്കുമ്പോൾ സിംഹം പറഞ്ഞു, നീ എങ്ങോട്ടാ പോകുന്ന ചുണ്ടനരി? എനിക്കിന്റെ വാലിലൂടെ കയറി വീണ്ടും കളിക്കണ്ടേ? അപ്പോൾ ചുണ്ടനരിക്ക് സന്തോഷമായി. ചുണ്ടനരി ഓടിച്ചെന്ന് വാലിലൂടെ കയറി ഇറങ്ങി എന്നോട് നാടി കളിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ സിംഹത്തിനെ കൊണ്ടുപോയി വണ്ടിയുമായി വേട്ടക്കാർ വന്നു. അപ്പോൾ വേട്ടക്കാരെ പേടിപ്പിച്ച് സിംഹവും ചുണ്ടനരിയും ശബ്ദമുണ്ടാക്കി ഗർജിച്ചുകൊണ്ട് പോയപ്പോൾ ആ വേട്ടക്കാർ പേടിച്ച് ഓടി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. നിന്റെ ഈ കൊച്ചു തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടോ? നന്ദി, നമസ്കാരം.